ഒന്ന് തളർന്നിരുന്നാൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആരും വരുന്നില്ല. ആരും വരുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. ഒരുപക്ഷെ വരുമായിരിക്കാം, വരാതിരിക്കുമായിരിക്കാം. പക്ഷേ നിങ്ങളൊന്ന് തളർന്നാൽ, നിങ്ങൾ ഒന്ന് തണുത്താൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാകുകയില്ല എന്നറിഞ്ഞ ദൈവം യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 60-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേൽക്ക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നാം തന്നെ ഒരു ഉണർവായി മാറുന്നത്, നാം തന്നെ ഒരു ശക്തിയായി മാറുന്നത്, നാം തന്നെ ദൈവത്തിന് ഉപയോഗിക്കപ്പെടാനുള്ളൊരു പാത്രമായി മാറുന്നത് പല ഉറക്കത്തിൽ നിന്ന് നാം എഴുന്നേൽക്കുമ്പോഴാണ്. പ്രാർത്ഥനയിലത്തെ ഉറക്കം, വിശുദ്ധീകരണത്തിലെ ഉറക്കം, ആ ഒരു നിദ്രാവസ്ഥ വിട്ട് നാം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഉണർവായി നാം ഓരോരുത്തരും മാറും. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഉറങ്ങുന്നവനെ നീ എഴുന്നേൽക്കുക, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കുക. നാം ഒരു ഉണർവായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല മേഖലയിലും ഉണർവുകൾ സംഭവിക്കും. നമ്മുടെ കുടുംബത്തിൽ ഒരു ഉണർവ് നടക്കും. നാം ഉണരുമ്പോൾ നമ്മുടെ കുടുംബം ഉണരും. നാം ഉണരുമ്പോൾ നമ്മുടെ അഗ്നിക്കകത്ത് വലിയ വ്യത്യാസം ഉണ്ടാകും. ഫയർ, ദൈവത്തിന്റെ ഫയറിലൊരു വലിയ വ്യത്യാസം നമ്മിലുണ്ടാകും. നാം ഉണരുമ്പോൾ നമുക്ക് ഇരുട്ട് എന്ന് തോന്നുന്ന ഏതൊരു മേഖലയിലും ദൈവത്തിന്റെ പ്രകാശം വെളിപ്പെടും. ഇന്ന് ഹോളി സ്പിരിറ്റ് ആരോടൊക്കെ പറയുകയാണ്, നിങ്ങളെ ഉറക്കുന്നത്, നിങ്ങളെ പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവരാക്കുന്നത്, നിങ്ങളെ ആത്മീയ കാര്യത്തിൽ ഉറങ്ങുന്നവരാക്കുന്നത്, നിങ്ങളെ പല പ്രശ്നങ്ങൾക്കകത്തും പെടുത്തിയിട്ട് നിങ്ങളുടെ ശേഷി നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങൾ ഉണർന്നാൽ ചില മേഖലകളിൽ അഗ്നി പടരുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ടാണ്. എഴുന്നേൽക്ക, നിന്റെ പ്രകാശം വന്നിരിക്കും.